അപ്പോൾ ഗൈസ് വെൽക്കം ടു സ്ട്രീം ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്രൈസിയുടെ റൂം മാച്ചാണ് ഇപ്പോൾ സ്റ്റാർട്ടാവും. മാപ്പ് വിൽക്കേണ്ടതാണ്. അപ്പോൾ റൂം എന്തായാലും ഇപ്പം തന്നെ സ്റ്റാർട്ടാവും. നമ്മുടെ ടീംസൊക്കെ ഏകദേശം കയറിയിട്ടുണ്ട്. 74 പേരുണ്ട്. അപ്പോൾ റൂം സ്റ്റാർട്ടായില്ല. GRZ വിനു പൊളിയെന്ന് പറയുന്നുണ്ട്. പിന്നെ അല്ല വെൽക്കം ടു സ്ട്രീം മൊത്തം വിനു ബ്രോ, വെൽക്കം ടു സ്ട്രീം. അപ്പോൾ മാപ്പൊന്നും കാണിക്കുന്നല്ലോ, എന്തോ പറ്റിയ പബ്ലിക് സ്ലോട്ട് ഒന്നും ഇല്ല എന്ന് നോക്കുന്നുണ്ട്. Crazybots not downloaded, unable to match എന്ന് പറയുന്നുണ്ട്. ഷെടാ മോനെ, വെയിറ്റ് ആക്ക് ഗൈസ്, വെയിറ്റ് ആക്ക്. മാപ്പ് ഡൗൺലോഡ് ആക്കിയിട്ടില്ലേ അവൻ? അപ്പോൾ എന്തായാലും നല്ല ഒരു കാര്യം തന്നെയാണ്. പുള്ളിക്കാരൻ മാപ്പ് ഡൗൺലോഡ് ആക്കിയിട്ടില്ലായിരുന്നു. നമ്മുടെ ക്രൈസി ഗോസ്റ്റ് പുള്ളിക്കാരൻ മാപ്പ് ഡൗൺലോഡ് ആക്കിയിട്ടില്ല. അപ്പോൾ എന്ത് പറയാൻ, ഞാൻ ഇത് നമ്മുടെ ഒരു മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. പുള്ളിക്കാരൻ്റെ ചോദിച്ചിട്ടില്ലായിരുന്നു, മാപ്പിനെ പറ്റി ഒന്നും ചോദിക്കാൻ പോലും ചെയ്തിട്ടില്ല. എല്ലാ കാര്യവും എനിക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ പുള്ളിക്കാരൻ മാപ്പ് ഡൗൺലോഡ് ആക്കിയിട്ടില്ല. അത് കാരണം ഇന്ന് വിക്കണ്ടി മാപ്പാണ് കേസ്. വിക്കണ്ടിക്ക് പകരം പുള്ളിക്കാരൻ ഇറാങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് പിന്നെ വേറെ വഴിയൊന്നും ഇല്ല എന്തായാലും. അപ്പോൾ ഇറാങ്കിൽ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. എന്നെ മോനെ, പുള്ളിക്കാരൻ്റെ കാര്യം എന്ത് പറയാൻ, നമ്മുടെ കയ്യിൽ നിന്നുള്ള മിസ്റ്റേക്ക് ആണ്. അപ്പോൾ ഗൈസ് സോറി, എത്ര എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മിസ്റ്റേക്ക് തന്നെയാണ്, നമ്മൾ സമ്മതിക്കുന്നു. അപ്പോൾ എന്തായാലും പബ്ലിക് സ്ലോട്ട് ഒന്നും ഇല്ലടാ, പബ്ലിക് ഇല്ലടാ. എല്ലാം നമ്മുടെ പോയിന്റ് ടേബിൾ ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാം രജിസ്റ്റർ സ്ലോട്ട്സ് ആണ്. അപ്പോൾ വെനം ബ്രോ എന്ന് വിളിക്കുന്നുണ്ട്. വിസിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ നോക്കണ്ടേ ബ്രോ എന്ന് പറയാടാ. ഞാൻ അല്ലടാ റൂം സ്റ്റാർട്ട് ആക്കി, ഞാൻ പറഞ്ഞില്ലടാ. അത് ഞാൻ പറഞ്ഞു, നമ്മുടെ പറ്റിയ മിസ്റ്റേക്ക് ആണ്. അപ്പോൾ പുള്ളിക്കാരനും ആദ്യമായിട്ടാണ് റൂം ഇടുന്നത് തന്നെ. അപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് പറ്റിയത് തന്നെ, മനസ്സിലായില്ലേ? മാപ്പ് ഡൗൺലോഡ് ആക്കിയിട്ട് ഇത് നേരത്തെ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു ഇഷ്യൂ നേരത്തെ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയാ, ഹലോ ബ്രോ എന്ന് പറയുന്നത് എടാ ഡി ഇൻസാൻ മുത്തേ, വെൽക്കം ടു സ്ട്രീം. എടാ മുത്തേ ഇൻസാനെ, വെൽക്കം ടു സ്ട്രീം. ഞാൻ എത്തിയെന്ന് പറയുന്നുണ്ട്. പിന്നെ അല്ല മുത്തേ, വെൽക്കം ടു സ്ട്രീം. അക്കി ബ്രോ സാറേ എന്ന് വിളിക്കുന്നുണ്ട്. എന്ത് സാറേ, പറ സാറേ. വെൽക്കം ടു സ്ട്രീം ബ്രോ, അക്കി ബ്രോ, വെൽക്കം ടു സ്ട്രീം. വളരെ നല്ലത് ഇതെന്ന് പറയുന്നുണ്ട്. അല്ല പിന്നെ ഇന്ന് മോർണിംഗ് ഇല്ലായിരുന്നല്ലേ? ആടാ ഉറങ്ങിപ്പോയി അതുകൊണ്ടാ. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക, സ്ട്രീം ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ടീംസൊക്കെ ചാടുന്നുണ്ട്. 23 ടീംസും പ്രസന്റ് ആയിട്ടുണ്ട്. അപ്പോൾ 76 പേര് നമ്മുടെ കളിക്കാനുണ്ട് നമ്മുടെ പ്ലേറ്റിൽ. അപ്പോൾ ടീംസൊക്കെ ചാടുന്നുണ്ട്. എന്തായാലും സെർവേണിക്ക് അവിടെ ടീം 15-ഉം 3 ഒക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്തായാലും അങ്ങോട്ട് പോയിട്ട് വരാം. 15ലേക്ക് പോയിട്ട് വരാം. 15 നമ്മുടെ KDയുടെ മുത്തുമണീസാണ്. അപ്പോൾ 15ലേക്ക് പോയിട്ട് വരാം. KD എവിടെ കാണാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, KD അവിടെ സെർവേണിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ നമ്മുടെ 15 എന്ന് പറയുന്ന ടീം അങ്ങോട്ടുണ്ട്. സോറി ടീം 15 എന്ന് പറയുമ്പോൾ ഏതാണ്? ടീം 15 എന്ന് പറയുമ്പോൾ നമ്മുടെ ബീസ്റ്റ് ആണ്. സോറി ഗായ്സ്, ബീസ്റ്റ് ടീം നമ്മുടെ സെർവേണിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇറാങ്കലാണോ? അല്ലടാ, അല്ല ക്യൂറോ, അല്ല ഇറാങ്കലല്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് റൂം ഇട്ട പുള്ളിക്കാരൻ്റെ മാപ്പില്ലായിരുന്നു. അവിടെ നമ്മുടെ ബീസ്റ്റിലെ മുത്തുമണീസ് അടിക്കുന്നുണ്ട്. അവിടെ ഏരിസിനെ അടിക്കുന്നുണ്ട്. എൻ്റെ മോനെ, ഏരിസ് പെട്ടെന്ന് തോന്നുന്നു. ഏരിസിലെ മുത്തുമണീസ് പെട്ടെന്ന് തോന്നുന്നു. അവിടെ ഏരിസ് പെട്ടിട്ടുണ്ട്. എന്തായാലും ഒരു രക്ഷയില്ല ഗായ്സ്, ഏരിസ് ടീം പെട്ടിട്ടുണ്ട്. ഏരിസ് ടീം പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. ഗണ്ണ് പോലും എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. അവിടെ ബീസ്റ്റിൽ നമ്മുടെ ചങ്ക് മുത്തുമണീസ് കയറി അടിക്കുന്നുണ്ട്. ഏരിസിൽ നമ്മുടെ ഏരിസ് ഹിറ്റ്ലർ വന്നിട്ട് AKM കിട്ടി പുള്ളിക്കാരൻ്റെ. ഹിറ്റ്ലർ AKM കൊണ്ട് വരെയാണ്. ഓ, ഒരു രക്ഷയില്ല.
പൊളിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. പൊളിപ്പിച്ചു അടിക്കും എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ ബീസ്റ്റ് നല്ല രീതിക്ക് മുന്നേറുന്നുണ്ട്. അവിടെ ഒരു പ്ലെയർ നോക്കാണ്. ബീസ്റ്റിൽ ഒരു പ്ലെയർ നോക്കായി കിടക്കുകയാണ്. ഇനി മറിച്ച് നമ്മുടെ ഇവിടെ വിസ് ഉണ്ട്. വിസും കൂടെ ഉണ്ട്. ഇനി സെർവേണി എന്ന് പറയുമ്പോൾ വിസും കൂടെ ഉണ്ട്. ലാസ്റ്റ് മാൻ വിസും കൂടെ, വിസ് ടീമും കൂടെ ഇനി ഉള്ളു. ഇവിടെ ഒരു സ്ക്വാഡും കൂടെ ഉള്ളു. തോന്നി പെസ് പൊളിച്ചില്ലേ എന്ന് പറയുന്നുണ്ട്. ഇനി പബ്ജി പൊളിക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നെ അല്ലാമത്തെ എന്തായാലും നമ്മുടെ കസ്റ്റർ റൂം നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫൈറ്റ് മാറ്റി നമ്മുടെ റസോഗിലൊക്കെ ശരിക്കും ടീം ഇറങ്ങിയിട്ടുണ്ട്. പോച്ചിങ്ങിൽ ഒരൊറ്റ ടീമേ ഉള്ളൂ. പിന്നെ മറിച്ച് പറയേണ്ടി വരികയാണെങ്കിൽ നമ്മുടെ ആർ ബി സൈഡ് സാർക്കിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ജോർജോയിൽ നമ്മുടെ സ്പെക്ട്രയിലെ മുത്തുമണീസ് ജോർജോയിലാണ്. പിന്നെ നോവയിൽ ടീംസ് ഉണ്ട് ഗൈസ്. അപ്പോൾ നോവയിലേക്ക് പോയിട്ട് വരാം. സ്റ്റീല്, വൈപ്പർ, ടീം 70, നമ്മുടെ ടീം മാക്സ് എൻ്റെ മോനെ പൊളിപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. അവിടെ വൻ ഫൈറ്റ് തന്നെയാണ്. 3 ടീംസ് ഉണ്ട് എന്തായാലും. അപ്പോൾ 3 ടീംസും കൂടെ തമ്മിൽ ഒരു വൻ അടി തന്നെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാം. എന്തായാലും കട്ട വെയിറ്റിംഗിലായിരിക്കും. നമ്മുടെ ടീം മാക്സും എന്തായാലും KD അവിടെ ക്രൈസിയിലെ ഗോസ്റ്റിനെ അടിക്കുന്നുണ്ട്. KDയും ഗോസ്റ്റും തമ്മിൽ അടി വരുന്നുണ്ട്. ക്രൈസിയും തമ്മിൽ അടി വരുന്നു. മറിച്ച് ഇവിടെ വൈപ്പറിലെ ബീൻ അടിക്കുന്നു. നമ്മുടെ ടീം മാക്സിലെ മുത്തുമണീസ് അവിടെ പുഷ് ചെയ്യുന്നുണ്ട്. ടീം മാക്സ് അവിടെ പുഷ് ചെയ്യുന്നുണ്ട്. എന്തായാലും ടീം മാക്സ് 3 വരെ ഉള്ളൂ. എന്തായാലും ഒരു നോക്ക് കിട്ടിയിട്ടുണ്ട്. വൈപ്പറിൽ ഒരു നോക്ക് കിട്ടി. അടുത്ത അവിടെ സ്റ്റീൽ എക്സ് അടിക്കുന്നുണ്ട്. സ്റ്റീൽ എക്സ് പിന്നിലൂടെ അടിക്കുന്നുണ്ട്. പിന്നിലുണ്ട്. അപ്പാർട്ട്മെന്റ്സിൽ ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിൽ നമ്മുടെ ജോർജോയിലെ വീട്ടിൽ അടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ക്രൈസി ഷോട്ട് ഗൺ ഇട്ട് നമ്മുടെ KDയിലെ മുത്തുമണി അടിക്കുന്നുണ്ട്. എന്തായാലും KDയിലെ മുത്തുമണീനെ അടിക്കുന്നുണ്ട്. അവിടെ ആറ്റം ക്രൈസി ആറ്റത്തിനെ നോക്കാം. ക്രൈസി ആറ്റം അവിടെ ഷോട്ട് ഗൺ ഇട്ട് അവിടെ KDയിൽ ഒരു നോക്ക് ഇട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട്. പോച്ചെങ്കി നോക്കാൻ പറയുന്നുണ്ട്. നോക്കാം എല്ലാം നോക്കാം. അവിടെ സ്റ്റിൽ ക്രൈസി ആറ്റത്തിന്റെ ഷോട്ട് ഗൺ ആണ്. പക്ഷെ റിപ്പിനെ തൂക്കിയിട്ടുണ്ട്. അവിടെ KD സൈക്കോയും മെഗാസ് റാവണും എൻ്റെ മോനെ റാവണും സൈക്കോയും കൂടെ ചേർന്നിട്ട് അവിടെ ക്രൈസിയിലെ മുത്തമണീസ് അടിക്കുന്നുണ്ട്. അവിടെ ജിന്ന് സ്റ്റീലക്സിന് വേണ്ടി അവിടെ ടീം മാക്സിൽ ഒരു നോക്ക് ഇടുന്നുണ്ട്. എന്തായാലും അവിടെ നമ്മുടെ ക്രൈസി ആറ്റ നൈസായിട്ട് ഓടി രക്ഷപ്പെടുന്നുണ്ട്. എന്തായാലും അവിടെ നിന്ന് പണി പാളം എന്ന് ഉള്ള രീതിക്ക് തന്നെ അവിടെ നൈസായിട്ട് ഓടി മാറുന്നുണ്ട്. അവിടെ ജിന്ന് പുഷ് ചെയ്യാൻ പോകുന്നുണ്ട്. ടീം മാക്സിനെ പുഷ് ചെയ്യുന്നുണ്ട്. ടീം മാക്സിനെ ജിന്നല്ല സ്റ്റീൽ എക്സിലെ ടീംസ് പുഷ് ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷാഡോയും ലൂപ്പും എല്ലാം മുത്തുമണീസും കൂടെ ചേർന്ന് അവിടെ ടീം മാക്സിനെ പുഷ് ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത് വൈപ്പറിലെ 3 പേരുണ്ട്. എന്തായാലും ഇവിടെ ഇപ്പം നമുക്ക് ടീം മാക്സും സ്റ്റീലക്സും തമ്മിൽ ഒരു ഫൈറ്റ് നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ വെയിറ്റിംഗിലാണ്. അവിടെ ജിന്നിന്റെ ഒരു OP നേടിൽ എൻ്റെ മോനെ ജിന്നിന്റെ OP നേടി 2 നോക്ക് വീഴുന്നു. ഒരു രക്ഷയില്ല. സ്റ്റീലക്സിന്റെ ഒരു അടുപ്പം പുഷ് തന്നെയായിരിക്കും ഇത്. അൽത്താഫ് പോച്ചിങ് എന്ന് പറയുന്നുണ്ട്. അച്ചു വിശ്വനാനന്ദ് ഹായ് പറയുന്നുണ്ട്. ഹായ് മുത്തലകിന്റെ സ്ട്രീം മുത്തേ. അപ്പോൾ അവിടെ നമ്മുടെ സ്റ്റീൽ എക്സിന്റെ പുഷ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോനെ ജിന്ന് അവിടെ സ്വന്തം നെയ്ഡിൽ നോക്കായി വീഴുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ ലൂപ്പ് സ്റ്റീൽ എക്സിലെ ലൂപ്പ് കയറുന്നുണ്ട്. അവിടെ ലാസ്റ്റ് മാനാണ്. എന്തായാലും കയറിയ ഫിനിഷ് ആക്കാമെന്നുള്ള രീതിക്ക് തന്നെയാണ് എടുക്കുന്നുണ്ട്. എറിയുന്നുണ്ട്. എന്തായാലും എറിയുന്നുണ്ട്. സ്റ്റീൽ എക്സ് ലൂപ്പ് നെയ്ഡൊക്കെ എറിഞ്ഞിട്ട് പയ്യെ പുഷ് ചെയ്താൽ മതിയെന്നും പറഞ്ഞ് തന്നെയാണ് കളിക്കുന്നത്. പുഷാക്കില്ലെങ്കിൽ മണ്ടത്തരം എന്നുള്ള അല്ലാണ്ട് ഒന്നും പറയില്ല. പുഷാക്കില്ലെങ്കിൽ സ്റ്റീൽ എക്സിന് ഒരു മണ്ടത്തരം തന്നെ പറ്റും. അവിടെ റിവൈവിങ് പ്രോസസ്സ് നടക്കുകയാണ്. റിവൈവ് ആയിട്ടുണ്ട്. 2 പ്ലേയേഴ്സ് റിക്കവർ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ജിന്നൊരു പൊട്ടത്തരം കാണിച്ചിട്ട് സ്വന്തം പ്ലെയർ അവൻ തന്നെ നേടിയിൽ വീഴുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. സ്റ്റീൽ എക്സ് ലൂപ്പ് അവിടെ വെയിറ്റിംഗിലാണ്. അവിടെ സുബിൻ റിക്കവർ ആയിട്ടുണ്ട്. സുബിൻ ഫിനിഷ് ആയിട്ടുണ്ട്. അടുത്ത് ബാക്കി 2 പ്ലേയേഴ്സ് റിക്കവർ ആയിട്ടുണ്ട്. എന്തായാലും സീനായിരിക്കും. സ്റ്റീൽ എക്സിന് പണി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. 2 പ്ലേയേഴ്സ് തിരിച്ച് റിക്കവർ ആയി വരുന്നുണ്ട്. പക്ഷേ സ്റ്റീൽ എക്സിന് 4 പേരുണ്ട്. അവിടെ വൈപ്പർ ടീം ഈ ഒരു സിറ്റുവേഷനിൽ കയറി പുഷ് ചെയ്യുന്നുണ്ട്. DD അവിടെ നോക്കാടാ. അപ്പം നമുക്ക് നോക്കാം. എന്തായാലും സ്റ്റീൽ എക്സ് അവിടെ ലൂപ്പ് അവിടെ നിന്ന് കറങ്ങി പോകുന്നുണ്ട്. പണി പാളും എന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. അവിടെ മണ്ടത്തരം എന്നല്ലാതെ എന്ത് പറയാനാണ്. അവിടെ ടീം മാക്സ് തന്നെ അടിച്ച് കില്ലെടുക്കുന്നുണ്ട്. സ്റ്റീൽ എക്സിന് പണി കൊടുക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. സ്റ്റീൽ എക്സിന് പണി കിട്ടുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. മണ്ടത്തരം എന്നല്ലാതെ പിന്നെ എന്ത് പറയാനാണ്. എൻ്റെ മോനെ ഒന്നും നോക്കുന്നില്ല. ടീം മാക്സ് അവിടെ അടിച്ച് കിടുക്കാണ്. ജിന്ന് മാത്രമേ ഉള്ളൂ. ഇനി സ്റ്റീൽ എക്സ് അവിടെ വൈപ്പാവും ഉറപ്പായും. എനിക്കറിയത്തില്ല. ജിന്ന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എൻ്റെ മോനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവിടെ ടീം മാക്സിലെ മുത്തുമണീസ് അവിടെ അടിക്കുന്നു. ഇതാണ് അടിക്ക് തിരിച്ചടി എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് അടിക്ക് തിരിച്ചടി എന്ന് പറയുന്നത്. ഒരാവശ്യമില്ലായിരുന്നു. അവിടെ റിവൈവിങ് പ്രോസസ് ആയിരുന്നു. അടിച്ച് നോക്ക് 2 നോക്ക് കിട്ടിയപ്പോൾ തന്നെ കയറിയിരുന്നെങ്കിൽ അവിടെ ഒരു പുഷ് എടുക്കായിരുന്നു. അവിടെ നിന്ന് ഇടയ്ക്ക് വൈപ്പർ ടീം ഉണ്ടായിരുന്നു. അപ്പോൾ വൈപ്പർ ടീം കൂടെ അടിച്ച് അവിടെ സ്റ്റീൽ എക്സിനെ വൈപ്പ് ചെയ്യുന്നുണ്ട്. ടീം മാക്സ് ടീം അവിടെ വൈപ്പ് ചെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ കളിക്കുന്നുണ്ട്. ടീം മാക്സ് നല്ല രീതിക്ക് കളിക്കുന്നുണ്ട് തന്നെ പറയേണ്ടി വരും. അപ്പോൾ വൈപ്പറിന്റെ പുഷ് അടുത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ വേറെ ഫൈറ്റുകൾ നടന്നിട്ടുണ്ട്. എന്തായാലും വേറെ ഫൈറ്റിലേക്ക് പോയിട്ട് വരാം. എന്തായാലും വേറെ ഇനി ഫൈറ്റ് എന്ന് പറയുമ്പോൾ ടീം 15 13 തമ്മിലൊരു ഫൈറ്റ് ഉണ്ട്. അപ്പോൾ സ്റ്റിൽ വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം. നമ്മുടെ ആർട്ടിക് ടീം 16 അടുത്ത് പോയിട്ട് വരാം. നമ്മുടെ മിലിറ്ററി ബേസിലാണ് ആ ഒരു ഫൈറ്റ് വരുന്നത്. ആർട്ടിക്കും ടീം 6ഉം 16ഉം തമ്മിലൊരു ഫൈറ്റ് ആണ്. റഫീഖ് കണ്ണോ എന്ന് വിളിക്കുന്നുണ്ട്. എടാ പറയടാ മുത്തേ.
അപ്പോൾ നമ്മുടെ ആർട്ടിക്കും നമ്മുടെ NWM തമ്മിലൊരു ഫൈറ്റിന് വേണ്ടി കട്ടയ്ക്ക് വെയിറ്റ് ചെയ്യുന്നു. സെയിം ബിൽഡിങ്ങിൽ തന്നെ ഉണ്ട് രണ്ട് ടീംസ്. അപ്പോൾ രണ്ട് ടീംസും കട്ടയ്ക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അർജുൻ, കൃഷ്ണ, വൈപ്പർ പിന്നല്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ NW ജോക്കറിന്റെ അടിയാണ് നമ്മൾ കണ്ടത്. NW ജോക്കർ അവിടെ നോക്കിടുന്നു, പക്ഷേ കൊടുക്കുന്നു, അടിക്ക് തിരിച്ചടി കൊടുക്കുന്നുണ്ട്. ആർട്ടിക് ടീം കൊടുക്കുന്നു എന്ന് പറയേണ്ടി വരും. അവിടെ ആർട്ടിക്കും അങ്ങോട്ട് രണ്ട് ടീമും നല്ല രീതിയിൽ കളിക്കുന്നു. പക്ഷെ ആർട്ടിക്കിൽ ലാസ്റ്റ് മാൻ ആണ് ഇനിയുള്ളത്. വിനായക് ആർട്ടിക്കിലെ ലാസ്റ്റ് മാൻ ആണ് ഇനിയുള്ളത്. ആർട്ടിക്കിലെ ലാസ്റ്റ് മാൻ എന്റെ മോനെ ഒരു രക്ഷയില്ല. അർജുൻ കൃഷ്ണ സബ്സ്ക്രൈബ്, താങ്ക്സ് ഫോർ സബ്സ്ക്രിപ്ഷൻ മുത്തേ. പിന്നല്ല മുത്തേ, താങ്ക്സ് ഫോർ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ എന്തായാലും നമ്മുടെ NWയിൽ 3 നോക്കുണ്ടായി. ലാസ്റ്റ് വിനായകനെ അടിച്ച് ഫിനിഷ് ആക്കി നമ്മുടെ ആർട്ടിക് ടീം മുന്നേറുന്നുണ്ട്. ടീം RBZ എവിടെ നോക്കുന്നുണ്ട്? നോക്കാം മുത്തേ, ഉറപ്പായിട്ട് നോക്കാം മുത്തേ. എന്തായാലും അപ്പൊ നോക്കാം, എല്ലാ ടീമും നോക്കാം. ഗോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. മുത്തേ, പിന്നല്ല മുത്തേ. അപ്പൊ മുത്തേ, ഗോസ്റ്റ് മുത്തേ, വെൽക്കം ടു സ്ട്രീം മുത്തേ. അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ NW ടീം അവിടെ മിലിറ്ററി ബേസ് കീഴടക്കി എന്ന് തന്നെ പറയേണ്ടി വരും. നല്ലൊരു ഫൈറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ടീം മാക്സ്, നമ്മുടെ ക്രേസിയും കേടിയും തമ്മിൽ അടിയടക്കാൻ നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ KFും GRZും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് GRZ ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ട് റൊസോക്കിൽ നിൽക്കുകയാണ്. അതിൻ്റെ അടുത്ത് നമ്മുടെ KFിലെ ചങ്ക് മുത്തുമണീസ് ഉണ്ട്. അപ്പോൾ GRZിലെ ചങ്ക് മുത്തുമണീസും KFിലെ ചങ്ക് മുത്തുമണീസും കൂടെ ചേരുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ നമുക്ക് കട്ടയ്ക്ക് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. എന്തായാലും GRZ ഫുൾ സ്ക്വാഡ് ഇവിടെ നിൽക്കുകയാണ്. മറിച്ച് അതുപോലെ തന്നെ KFിന്റെ ഫുൾ സ്ക്വാഡും നമ്മുടെ റൊസോക്കിലെ മലമണ്ടയിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് റഷ് ഇടാനുള്ള പുറപ്പാടായിരിക്കും. വൈപ്പർ ടീം എവിടെ മൊത്തം നോക്കുന്നുണ്ട്? വൈപ്പർ ഉണ്ടാ നോവേലാണ്. വൈപ്പറും ടീം മാക്സും തമ്മിൽ ഫൈറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങോട്ട് പോവാൻ എന്തായാലും ഈ ഒരു ഫൈറ്റ് നോക്കിയിട്ട് ഉറപ്പായിട്ടും അങ്ങോട്ട് തന്നെ പോകും. പക്ഷെ അവിടെ നമ്മുടെ KFിലെ ബുദ്ധ അവിടെ നോക്കിടുന്നുണ്ട്. മനു JR GRZിലെ മനു JR അവിടെ നോക്കായി വീഴുകയാണ്. ഒരു രക്ഷയില്ലാണ്ട് തന്നെ കളിക്കുന്നുണ്ട്. UMB ഇട്ട് സ്പ്രേ ചെയ്യുന്നുണ്ട്. എൻ്റെ മോനെ UMB ഇട്ട് അടിക്കുന്നുണ്ട് എന്തായാലും പുള്ളിക്കാരനെ. പക്ഷെ തിരിച്ച് ടാഗ് ഇട്ടിട്ടുണ്ട്. തിരിച്ച് പുള്ളിക്കാരൻ നല്ല രീതിക്ക് ടാഗ് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പുഷ് ആക്കോ ഇല്ലയോ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. അവിടെ സൈലന്റും SP4ഉം തമ്മിൽ അടി നടക്കുന്നുണ്ട്. അങ്ങോട്ട് പോയിട്ട് വരാം. സൈലന്റും SP4ഉം തമ്മിൽ അടി നടക്കുന്നുണ്ട്. സൈലന്റിൽ 2 നോക്ക് വീണിട്ടുണ്ട്. എന്തായാലും SP4ഉം സൈലന്റും തമ്മിലാണ്. അപ്പോൾ SP4ൽ സാത്താൻ സേവിയർ ഉണ്ട്. ലാസ്റ്റ് മാൻ സാത്താൻ സേവിയർ ആണ്. സാത്താൻ സേവിയർ, എൻ്റെ മോനെ സാത്താൻ സേവിയർ അവിടെ OP കളി കളിക്കുന്നു. അവിടെ നിക്ക് ടീമിനെ നിക്ക് സൈലന്റ് ടീമിനെ അവിടെ വൈപ്പ് ചെയ്ത് വിടുന്നു. ഒരു രക്ഷയില്ലാണ്ട് തന്നെ കളിക്കുന്നുണ്ട്. അവിടെ 2 പ്ലേയേഴ്സ് നോക്കായിരുന്നു SP4. പക്ഷെ അവിടെ നമ്മുടെ സാത്താൻ സേവിയർ അവിടെ അടിച്ചിട്ട് സ്വന്തം ചങ്ക്സിനെ അവിടെ റിവൈവ് ചെയ്യുന്നുണ്ട്. എന്തായാലും സാത്താൻ ബ്രോ വെൽക്കം ടു സ്ട്രീം മുത്തേ. നൈറ്റ് ബ്രോ വെൽക്കം ടു സ്ട്രീം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വൈപ്പർ തുടങ്ങിയിട്ടുണ്ട്. വൈപ്പറിന്റെ കളി തുടങ്ങിയിട്ടുണ്ട്. അവിടെ വൈപ്പറിനെ നോക്കാം, വൈപ്പർ ടീമിനെ നോക്കാം. എന്തായാലും വൈപ്പർ എവിടെയാണ്? വൈപ്പർ ടീം എവിടെയാണ്? എൻ്റെ മോനെ വൈപ്പറിനെ വൈപ്പ് ചെയ്തോ? ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ ടീം മാക്സ് അവിടെ വൈപ്പറിനെ വൈപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ മോനെ പൊളി. എൻ്റെ മോനെ അവിടെ നമ്മുടെ ടീം മാക്സിലെ മുത്തുമണീസ് 6 കില്ലൊക്കെ എടുത്ത് നിൽക്കുകയാണ്. ഒരു രക്ഷയില്ലാണ്ട് തന്നെ കളിക്കുന്നുണ്ട് ടീം മാക്സ്. ഒരു രക്ഷയില്ലാണ്ട് തന്നെ കളിക്കുന്നുണ്ട്. അവിടെ സ്റ്റീലെക്സിനെ വൈപ്പ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ വൈപ്പറിനെ വൈപ്പ് ചെയ്ത് വിടുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ ടീം മാക്സ് അവിടെ 2 മച്ചന്മാരാണ്. അപ്പോൾ സ്റ്റീലെക്സിനെ നമ്മുടെ വൈപ്പറിനെ വൈപ്പ് ചെയ്ത് നമ്മുടെ നോവയിൽ നിൽക്കുകയാണ്. ഇനി സോണിനകത്ത് കയറണം എന്നുള്ള രീതിക്ക് തന്നെ നിൽക്കുന്നു. അവിടെ ടീം 11 ടീം 22 തമ്മിൽ ഒരു ഫൈറ്റ് വരുന്നുണ്ട്. തേപ്പും DDയും തമ്മിൽ ഒരു ഫൈറ്റ് വരും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. സാത്താൻ ഉയരെന്ന് പറയുന്നുണ്ട്. പിന്നല്ല സാത്താൻ ഉയരെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നല്ല. അപ്പോൾ ടീം RBZ എവിടെയെന്ന് നോക്കുന്നുണ്ട്. അവിടെ RBZ നമ്മുടെ സാർക്കിയിലാണ്. സാർക്കി അവിടെ ലൂട്ട് അടിച്ചിട്ട് സോണിന്റെ എൻഡ് കയറി നിൽക്കുകയാണ്. അപ്പോൾ ഫൈറ്റ് ഇല്ലടാ. ഫൈറ്റ് RBZന്റെ അടുത്ത് വരുമ്പോൾ എന്തായാലും സ്പെക്ക് ചെയ്യാം. നമ്മുടെ KFും നമ്മുടെ GRZും തമ്മിൽ ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അവർ സ്റ്റിൽ വെയിറ്റിംഗിലാണ്. നമ്മുടെ ഒരു പ്ലെയർ, നമ്മുടെ GRZയുടെ ഒരു പ്ലെയർ നൈസായിട്ട് ഫ്ലാങ്ക് ചെയ്ത് വരുന്നുണ്ട്. എന്തായാലും അത് അവർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നാലെ നിൽക്കുകയാണ്. ഒരു പക്ഷേ ആ പ്ലെയറിനെ നമുക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. GRZ അവിടെ നൈസായിട്ട് മാറിയിരിക്കുന്നുണ്ട്. GRZയിലെ ഒരു പ്ലെയർ അവിടെ നൈസായിട്ട് മാറിയിരിക്കുന്നുണ്ട്. എന്തായാലും മറ്റുള്ള പ്ലേയേഴ്സ് ഒക്കെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അവിടെ KFിലെ ഒരു പ്ലെയർ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അവിടെ കൊടുക്കുന്നുണ്ട്. അവിടെ KFിലെ വിക്കിക്ക് ഒരു നോക്ക് കൊടുക്കുന്നുണ്ട്. എൻ്റെ മോനെ GRZ ഒരു പ്ലെയർ അവിടെ നൈമൊന്നും ഇല്ല ആ പ്ലെയറിന്. പക്ഷെ അവിടെ ഒരു നോക്ക് VSS ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊളിയായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. എന്തായാലും അവിടെ KFിലെ ആ പ്ലെയറിനെ തിരിച്ച് റിക്കവറായി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും? KFും GRZും തമ്മിൽ കട്ടയ്ക്ക് അടി ഉണ്ടാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം. KF4G ഈ പ്ലെയർ ഇവിടെ നിൽക്കുന്നത് ഇവർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നൈസായിട്ട് എന്തായാലും നമ്മുടെ ഈ KFിലെ ഈ പ്ലെയറിന് എന്തായാലും സുഖമായിട്ട് നമ്മുടെ GRZനെ അടിക്കാം എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. നമുക്ക് നോക്കാം. കണ്ടിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ പൊള്ളി തന്നെയാണ്.
അത് പുള്ളിക്കാരന്മാർ പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും ഇവിടെ ഈ പ്ലെയർ ഉണ്ടെന്ന് എന്തായാലും ആ പുള്ളിക്കാരെ ഇവിടെ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നൈസ് ഫ്ലാങ്കിങ് എന്ന് തന്നെ പറയേണ്ടി വരും. KF നല്ല രീതിക്ക് ഫ്ലാങ്ക് ചെയ്ത് തന്നെ കളിക്കുന്നൊന്നും പറയേണ്ടി വരും. രണ്ട് പ്ലേയേഴ്സ് ഇവിടെ, ഒരു പ്ലെയർ മലയുടെ മണ്ടയിൽ, ഒരു പ്ലെയർ 3 സ്റ്റോറി നിൽക്കുകയാണ്. എന്തായാലും നല്ലൊരു കളി തന്നെയാണ് ഇത്. നല്ലൊരു കളിയായിട്ട് നമുക്ക് കാണേണ്ടി വരും ഈ ഒരു ഫൈറ്റ് എന്തായാലും. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വിസ് ഇടയ്ക്ക് കയറുന്നുണ്ടെന്ന് പറയുമ്പോൾ അതൊരു എന്ത് പറയാനാണ്. വിസ് ഇടയ്ക്ക് കയറുമെന്ന് എനിക്കറിയത്തില്ല. നൈസായിട്ട് ഫൈറ്റ് വിടും എന്ന് തന്നെ തോന്നുന്നു. ഓക്കെ, നൈസ് 2 നോക്ക് വീണിട്ടുണ്ട്. എന്തായാലും പുഷ് വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ എന്ത് പറയാനാണ്, GRZ അവിടെ പെട്ടു എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ലാസ്റ്റ് മാൻ ഇവിടെ ഇനിയുള്ളതെന്ന് പറയുമ്പോൾ വിനു വൈറ്റി ആണ്. വിനുവിന് ഇനി എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പിടുത്തമില്ല ഗൈസ്. അപ്പോൾ വിനുവിനെ പുഷാക്കുന്നുണ്ട്. എന്തായാലും ലാസ്റ്റ് ഇവിടെ ഇനി പുഷ് വരണേ വിനു മാത്രമേ ഉള്ളൂ. മറ്റേ പ്ലെയർ ഓഫ്ലൈൻ ആണെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ തന്നെ ഇങ്ങനെ അനങ്ങാൻ നിൽക്കുകയാണ്. പുള്ളിക്കാരൻ ഓഫ്ലൈൻ ആണെന്ന് തോന്നുന്നു. ലാസ്റ്റ് മാനാണ്. അപ്പോൾ അങ്ങനെ പറയാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ GRZ വിനു വൈറ്റി ലാസ്റ്റ് മാനാണ്. അപ്പോൾ വിനു വൈറ്റിക്കിട്ട് പുഷ് കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ KF പുഷ് കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും പുഷ് കൊടുക്കാനുള്ള പ്ലാൻ തന്നെയാണ് KFന്റെ പ്ലാൻ എന്ന് പറയുക. ഒരു പ്ലെയർ ഇങ്ങോട്ട് അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അവിടെ അടിക്കുന്നു GRZ, വിനു വൈറ്റി അടിക്കുന്നു. എൻ്റെ മോനെ പോളി എന്ന് തന്നെ പറയേണ്ടി വരും. KFലെ ബുദ്ധൻ അടിക്കുന്നു. പക്ഷെ റൈറ്റിൽ ഒരു പ്ലെയർ ഉണ്ട്. പക്ഷെ GRZ വിനു കണ്ടിട്ടില്ല. പക്ഷേ റൈറ്റ് നടി കിട്ടും. പുള്ളിക്കാരൻ സ്റ്റിൽ വെയിറ്റിംഗിലാണ്. തലയിട്ടാൽ അടിക്കും എന്നുള്ള രീതിക്ക് തന്നെ KF നിൽക്കുന്നുണ്ട്. എന്തായാലും KFലെ ബുദ്ധ നോക്കായി വീഴുന്നു. അടുത്ത് വിക്കി അടുത്ത് കയറുന്നുണ്ട്. ഹെൽമെറ്റ് ഒന്നും ഇല്ലാണ്ട് പുഷാക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും നേടിയറിയാനുള്ള പുറപ്പാടായിരിക്കും. അവിടെ PK വൈറ്റി അവിടെ റിവൈവ് ചെയ്യാൻ വരുന്നുണ്ട്. അടിക്കുമോ എന്നറിയത്തില്ല. അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു സ്മോക്ക് കവറിന് വേണ്ടി ഇടുന്നുണ്ട്. എന്തായാലും നൈസ് കളിയാണ് ഞാൻ പറയേണ്ടി വരും. GRZ 1 vs 4 സിറ്റുവേഷനിൽ ഏറ്റുമുട്ടേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ GRZ വിനു. എന്തായാലും വിനുവിന് എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നു. നമുക്ക് ഒരു നോക്ക് ഇട്ടിട്ടുണ്ട്. എന്തായാലും വിനു തിരിച്ച് ആ പ്ലെയറിനെ റിക്കവർ ആയിട്ട് വരുന്നുണ്ട്. എന്തായാലും KF അവിടെ റിവൈവ് ചെയ്യുന്നുണ്ട്. വിക്കി അടുത്ത് ഫ്ലാങ്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ മോനെ ടാഗ് കിട്ടുന്നുണ്ട്. വിനുവിന് ടാഗ് കിട്ടുന്നുണ്ട്. വിനു പെടും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. സോൺ വരുന്നുണ്ട്. എന്തായാലും സോണും ഡേഞ്ചറസ് ആണ്. എന്തായാലും വേറെ ടീമല്ലോ ഇങ്ങോട്ട് പുഷ് ആക്കുന്നുണ്ടോ? ഇല്ല, വേറൊരു ടീമോ വരുന്നില്ല. എന്തായാലും GRZ KF ലാസ്റ്റ് മാൻ എന്ന് പറയുമ്പോൾ GRZ വിനു എൻ്റെ മോനെ പെട്ടിരിക്കുന്നു. വിനു പെടുന്നു. എന്തായാലും വിനു പെടുന്നുണ്ട്. എന്തായാലും നമ്മുടെ KFലെ വിക്കിയുടെ ആ ഒരു നെയ്ഡ് എന്തായാലും അവിടെ നല്ലൊരു ഗുണം ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. ലാസ്റ്റ് മാനാണ്, സീനില്ല. ഇനി മറ്റേ പ്ലെയർ ഓഫ്ലൈൻ ആണ്. പക്ഷെ ഈ ഒരു തക്കം നോക്കി നമ്മുടെ ബീസ്റ്റ് എത്തിയിട്ടുണ്ട്. ബീസ്റ്റ് ടീം എത്തിയിട്ടുണ്ട്. അവിടെ നൈസായിട്ട് ഈ സോൺ ഔട്ടിൽ ഈ ഒരു ഫൈറ്റ് എടുക്കാൻ വേണ്ടി നമ്മുടെ ബീസ്റ്റിലെ മുത്തുമണീസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. ചാനലിൽ ഒരു സബ് ഇല്ലെങ്കിൽ സബ് കൊണ്ട് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ ബീസ്റ്റ് എത്തിയിട്ടുണ്ട്. ഈ ഒരു സമയം നോക്കി KFനെ ചാമ്പാൻ വേണ്ടി നമ്മുടെ ബീസ്റ്റ് എത്തിയിട്ടുണ്ട്. എന്തായാലും എന്തെങ്കിലുമൊക്കെ നടക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. സോണിനകത്ത് കയറണം. ഇപ്പം സോണിനകത്തുള്ള ടീംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെനം ടീമുണ്ട്, ക്രേസി ഉണ്ട്, KD ഉണ്ട്, നമ്മുടെ സ്പെക്ട്ര ഉണ്ട്, പിന്നെ നമ്മുടെ DD സോണിനകത്ത് കയറുകയാണ്. അതുപോലെ തന്നെ T-Max കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ തേപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. RBZ ഒക്കെ സോണിനകത്ത് കയറി സേഫ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. സേഫ് കളി തന്നെ നോക്കുന്നുണ്ട്. അവിടെ KF അടിച്ചോണ്ട് KF കണ്ടു എന്ന് തോന്നുന്നു. അവരെ കണ്ടു. ബീസ്റ്റിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അപ്പോൾ അടിക്കാനുള്ള പുറപ്പാടിൽ തന്നെ KF നിൽക്കുന്നുണ്ട്. അവിടെ KF GRZ വൈപ്പ് ചെയ്തിട്ട് നല്ല രീതിക്ക് കളിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. നല്ല രീതിക്ക് തന്നെ അവിടെ KF കളിക്കുന്നുണ്ട്. എന്തായാലും അവിടെ ബീസ്റ്റ് യോധയ്ക്ക് ടാഗ് ഇടുന്നുണ്ട്. നല്ല രീതിക്ക് ടാഗ് ഇട്ടിട്ടുണ്ട്. എന്തായാലും KF അവിടെ അടിക്കുമോ ഇല്ലയോ, അത് ബീസ്റ്റ് തിരിച്ചടിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കട്ടയ്ക്ക് തന്നെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. ഈ ഒരു എൻ്റെ മോനെ PKയുടെ ഒരു ഷോട്ടിൽ അവിടെ ബീസ്റ്റിലെ വോൾഫ് വിടുന്നു. എൻ്റെ മോനെ നല്ല രീതിക്ക് തന്നെ കളിക്കുന്നു. ഇനി ഒരു പുഷ് തന്നെ ആയിരിക്കും ഒരു പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. KF പുഷ് ആക്കുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും പുഷ് ആക്കും. ഒരു നോക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും അങ്ങോട്ട് കയറി അടിക്കാനുള്ള ശ്രമം തന്നെയാണ്. അവിടെ നമ്മുടെ XGT അവിടെ പീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4x യൂസ് ചെയ്ത് PP ബൈസണിൽ അവിടെ 4x യൂസ് ചെയ്തിട്ട് പീക്ക് ചെയ്യാണ്. എന്തായാലും ലോങ് അത്ര എഫക്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗണ്ണോലും ശരിയല്ല. അവർക്ക് നല്ലൊരു ഗണ്ണോലും കിട്ടില്ല. ക്രൈസി എന്ന് പറയുന്നുണ്ട് മുഹമ്മദ് സാബിത്ത്. എടാ നോക്കടാ, ക്രൈസി ലാസ്റ്റ് മാനാണ് ഇനിയുള്ളത്. ക്രൈസി ആറ്റം മാത്രമേ ഇനി ഉള്ളൂ. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ഒരു ഫൈറ്റാണ് നമ്മൾ സ്റ്റിൽ വെയിറ്റിംഗ് ചെയ്യുന്ന ഈ ഒരു ഫൈറ്റ് മാത്രമാണ്. അടുത്ത ഫൈറ്റ് എന്ന് പറയുന്നത് വിസും RBZും തമ്മിലൊരു ഫൈറ്റ് വരുന്നുണ്ട്. എന്തായാലും RBZന്റെ അരികിലേക്ക് നമ്മുടെ വിസ് എത്തിയിട്ടുണ്ട്. വിസ് എത്തി ഇങ്ങോട്ട് ഫൈറ്റ് ആയോ എന്ന് അറിയത്തില്ല. പക്ഷേ RBZനെ കണ്ടിട്ടുണ്ടോയെന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. അവിടെ KD വരുന്നുണ്ട്. അതുപോലെ തന്നെ KDയിൽ നമ്മുടെ സൈക്കോയും റാവണും ബഗ്ഗിക്ക് വരുന്നുണ്ട്. ഇല്ല, നൈസായിട്ട് പോയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. നൈസായിട്ട് ക്ലെയിം ചെയ്ത് നിൽക്കുകയാണ് RBZ. നല്ല രീതിക്ക് ഹോൾഡ് ചെയ്ത് പൊസിഷൻ പിടിക്കാനുള്ള ഒരു ശ്രമം തന്നെയായിരിക്കും ഒരുപക്ഷെ RBZന്റെ പ്ലാൻ എനിക്ക് തോന്നുന്നു. അങ്ങോട്ട് നമ്മുടെ വിസിന്റെ പിന്നാലെയാണ് നമ്മുടെ KDയും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ KFന്റെ അടുത്ത് ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ടാണെങ്കിൽ KFും ബീസ്റ്റും എന്തായാലും KF സോണി കയറാൻ തന്നെ നോക്കുന്നുണ്ട്. വണ്ടി എടുത്ത് സോണി കയറാം. ടീംസ് ഒക്കെ പിന്നെ നമുക്ക് ഇത്രയും കിട്ടിയ ടീംസ് മതി എന്നുള്ള രീതിക്ക് വണ്ടി എടുത്ത് സോണി കയറാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. KFലെ വിക്കി വണ്ടി എടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം.
വണ്ടി എടുത്ത് നൈസായിട്ട് ഇത്രയും ദൂരം ഓടി വന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോവാണ്. എന്തായാലും ഫൈറ്റ് ഒഴിവാക്കിയിട്ട് നൈസായിട്ട് സ്കൂട്ടാനുള്ള പുറപ്പാട് തന്നെയായിരിക്കും. ക്രേസി എന്ന് പറയുന്നുണ്ട്, നോക്കടാ ക്രേസി നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബീസ്റ്റിലെ മുത്തുമണീസും വണ്ടി എടുത്തിട്ട് നൈസായിട്ട് സോണിനകത്ത് കയറാൻ പോകുന്നുണ്ട്. അപ്പോൾ സോണിനകത്ത് കയറി കഴിഞ്ഞാൽ എന്തായാലും ഒരു വൻ ഫൈറ്റ് തന്നെ നമുക്ക് കാണാം. അപ്പോൾ നിലവിൽ സ്റ്റിൽ വാച്ച് ചെയ്യുന്ന എല്ലാം നമ്മുടെ ചങ്ക് മച്ചാന്മാർ ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. ചാനൽ ഇതൊരു സബ് ചെയ്തില്ലെങ്കിൽ സബ് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ബീസ്റ്റ് ടീം കയറുന്നുണ്ട് സോണിനകത്തേക്ക്. അതുപോലെ തന്നെ നമ്മുടെ SP4ഉം ടീം മാക്സും തമ്മിൽ ചെറിയൊരു ഏറ്റുമുട്ടൽ വരുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. SP4ഉം നമ്മുടെ ടീം മാക്സും തമ്മിൽ ഒരു ഫൈറ്റ് വരുന്നുണ്ട്. എന്ത് ടീം എന്തായെന്ന് മുത്തേ? റസോക്കോ എന്തായെന്നോ? എന്താണ് മുത്തേ? അൽത്താഫ് TP മുത്തേ, പറ മുത്തേ. അപ്പൊ നമ്മുടെ SP4ഉം ടീം മാക്സും തമ്മിൽ ഫൈറ്റ് വരുന്നുണ്ട്. അവിടെ ടീം മാക്സ് ടീം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാനാണ്? ടീം മാക്സ് ടീം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഫൈറ്റ് നമ്മുടെ നോവയിൽ 2 ടീംസിനെ അടിച്ചിട്ട് നിൽക്കുന്ന ഒരു ടീമാണ്. ക്രേസി നോക്കാൻ പറയുന്നുണ്ട്, നോക്കടാ. പക്ഷെ സാത്താൻ സേവിയർ നല്ല രീതിക്ക് ടാഗ് വരുന്നുണ്ട്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ടീം മാക്സ് കുറച്ച് കടുക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ക്രേസി ആറ്റ എവിടെയാണ്? ക്രേസി ആറ്റ അങ്ങനെ അങ്ങ് എൻ്റെ നിന്നിട്ട് ചാടുകയാണ്, ഡ്രസ്സൊക്കെ ഊരി കളഞ്ഞിട്ട് ചാടി കളിക്കുകയാണ് ഒരു വീടിനകത്ത് നിന്നിട്ട്. ക്യാമ്പിംഗ് ആണെന്ന് തോന്നുന്നു ക്രേസി ആറ്റം നല്ല രീതിക്ക് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു രക്ഷയില്ല. ഇനി പൊസിഷൻ മാത്രമേ ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഇനി ഒരാൾ മാത്രമേ ഉള്ളൂ ക്രേസിക്ക് വേണ്ടി. അത് കാരണം പുള്ളിക്കാരൻ നല്ല രീതിക്ക് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സോണിന്റെ എൻഡിൽ വന്നിട്ട് ഇങ്ങനെ ക്യാമ്പ് ചെയ്യാണ്. സോണ് മാറിയിട്ടുണ്ട് എന്തായാലും. ഇനി സോണിനകത്ത് തിരിച്ച് കയറും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. സ്പെക്ട്രയെ നോക്കാൻ പറയുന്നത്, സ്പെക്ട്ര നമ്മുടെ ജോർജിയയിലാണ് നമ്മുടെ സ്പെക്ട്ര. ഇവിടെ സ്പെക്ട്ര ഫൈറ്റ് ഒന്നും എടുത്തിട്ടില്ല. അതുപോലെ തന്നെ സ്പെക്ട്രയും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഫൈറ്റ് എടുക്കുക എന്നുള്ള രീതിക്ക് തന്നെ സ്പെക്ട്രയും കളിക്കുന്നുണ്ട്. അപ്പൊ മിക്ക ടീംസും എന്തായാലും ഹോൾഡ് ചെയ്ത് തന്നെ കളിക്കാൻ ശ്രമിക്കും. എന്തെന്ന് വെച്ചാൽ അവർക്ക് പോയിന്റ് ടേബിളിൽ ഒരു നല്ല സ്ഥാനം കിട്ടാനുള്ള പുറപ്പാടി തന്നെയാണ് എല്ലാ ടീംസും കളിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇവിടെ അപ്പാർട്ട്മെന്റ്സ് നിൽക്കുകയാണ്, ജോർജിയയിൽ അപ്പാർട്ട്മെന്റ്സ് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇനി നിലവിൽ ഫൈറ്റ് എന്ന് പറയുമ്പോൾ SP4ഉം ടീം മാക്സും തമ്മിൽ ഒരു ഫൈറ്റ് വരും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. ടീം 18 ആണ്. ടീം 18 നോക്കാം. ടീം 18 അവിടെ ടീം 18 SP4 അവിടെ വണ്ടിയിലായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. സാത്താൻ സേവിയർ വണ്ടി എടുത്ത് അങ്ങോട്ട് പുഷ് ചെയ്യുന്നുണ്ട്. എൻ്റെ മോനെ, ടീം മാക്സിനെ പുഷ് ചെയ്യുന്നുണ്ട്. ഒരു രക്ഷയില്ല. ടീം മാക്സിനെ പുഷ് ചെയ്യുന്ന ഒരു പിടുത്തമില്ല. എന്താണ് അവസ്ഥയെന്ന് ഞെടൊക്കെ വാരി എറിയണമെന്ന് തോന്നുന്നു. നമ്മുടെ ടീം മാക്സ് പുഷിലാണ്. നമ്മുടെ SP4 അവിടെ പുഷ് ചെയ്യുന്നുണ്ട് ടീം മാക്സിനെ. 2-2 ഫൈറ്റ് ആണ് ഇവിടെ കാണുന്നത്. 2-2 സിറ്റുവേഷൻ ആണ് അവിടെ. 2-2 സിറ്റുവേഷൻ ആണ്. SP4 ഓർ ടീം മാക്സ് ഗായ്സ്. എന്തായാലും അവിടെ SP4 നല്ലൊരു ധൈര്യം കാണിച്ചെന്ന് തന്നെ പറയേണ്ടി വരും. ആ പുഷ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവിടെ SP4 കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. കേറുന്നുണ്ട് എന്തായാലും. SP4 കേറുന്നുണ്ട്. പക്ഷെ 3 പേരുണ്ട്. പക്ഷെ ഇവിടെ 2 പേര് SP4ൽ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഒരു പ്ലെയർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് SP4ലെ ഒരു മച്ചാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടെ SP4 കൊടുക്കുന്നു. സാത്താൻ സേവിയർ അടിക്കുന്നു. സാത്താൻ സേവിയർ ഉള്ളപ്പോൾ ഇവിടെ ടീം മാക്സ് ഒന്നുമല്ല എന്ന് പറയുന്നു. എൻ്റെ മോനെ, സാത്താൻ സേവിയർ SP4 എന്ന് തന്നെ പറയേണ്ടി വരും. SP4 അവിടെ നല്ലൊരു ഫൈറ്റ് എടുക്കുന്നു. അവിടെ ടീം മാക്സിലെ 2 പേരെയും അവിടെ പുഷ് ചെയ്യുന്നു, അടിച്ചിടുന്നു എന്ന് പറയേണ്ടി വരും. അവിടെ വെനം ടീമിന് ഫൈറ്റ് വരുന്നുണ്ട്. വെനത്തിന്റെ അടുത്തൊരു ഫൈറ്റ് വരുന്നുണ്ട്. സേഫ് ഹക്കൊക്കെ നോക്കായിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. വെനം പെടുമോ എന്ന് എനിക്കറിയത്തില്ല. വെനവും കേഡിയും തമ്മിലാണ് ഈ ഒരു ഫൈറ്റ് വരുന്നത്. കേഡി എൻ്റെ മോനെ, റാവണിന്റെ ഒരു കിടിലം ഫൈറ്റ് എന്ന് പറയേണ്ടി വരും. കേഡി റാവണും സൈക്കോയും കൂടെ ചേർന്നിട്ട് ഒരു ഫൈറ്റ് തന്നെയാണ്. എൻ്റെ മോനെ, വെനത്തിനെ അടിക്കുന്നു. കേഡി ടീം അടിക്കുന്നു എന്ന് പറയേണ്ടി വരും. കേഡി അടിക്കുന്നു അവിടെ വെനത്തിനെ. അതുപോലെ തന്നെ തൊട്ടടുത്ത് ഫുൾ ടീം നമ്മുടെ വിസിലെ മുത്തുമണി സിക്കാണ്. ഡുവോ പുഷായിരുന്നു ഇവിടെ. നമ്മുടെ എന്ത് പറയാനാണ്, ഒരു സ്റ്റീൽ മോളി എറിയുന്നുണ്ട്. എൻ്റെ മോനെ, ഇവിടെ കിടന്നുകൊണ്ട് ഒരു മോളി എറിയുന്നുണ്ട്. ബീസ്റ്റിലെ ലാസ്റ്റ് മാൻ ആണ് ഇവിടെ ഉള്ളത്. ബീസ്റ്റിലെ ഫൈറ്റിംഗ് നോക്ക് ബ്രോ എന്ന് പറയുന്നത് നോക്കാം. എൻ്റെ മോനെ അടിക്കുന്നുണ്ട്. ബീസ്റ്റിലെ മുത്തുമണി അടിക്കുന്നുണ്ട്. എൻ്റെ മോനെ കേഡിനെ നൈസായിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട്. ബീസ്റ്റിലെ ലാസ്റ്റ് മാൻ അവിടെ ഫിനിഷ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടൈമിൽ നമ്മുടെ KF വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ വിസിനെ അടിക്കാൻ വേണ്ടി KF വരുന്നുണ്ട്. എന്തായാലും നല്ലൊരു പുഷ് തന്നെയാണ്. KF AK PK വൈറ്റ് ഇവിടെ എത്തി നിൽക്കുകയാണ്. പുഷിന് തുടങ്ങിയിട്ടുണ്ട്. ഞെടക്കേറി അവിടെ പ്രിൻസിനെ അടിക്കുന്നുണ്ട്. പ്രിൻസിനെ നോക്കാക്കുന്നുണ്ട്. എൻ്റെ മോനെ, അവിടെ KF നോക്ക് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത് നിയോ വരുന്നുണ്ട്. നിയോ AKM കൊണ്ട് നിൽക്കുകയാണ്. എന്തായിരിക്കും വിസിന്റെ അവസ്ഥ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ബീസ്റ്റിൽ ഒരു സോളോ പ്ലെയർ ഇവിടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അവിടെ KFലെ മുത്തുമണീസ് അടിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അടിക്കും. എനിക്കറിയത്തില്ല അടിക്കോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നൈസായിട്ട് നമ്മുടെ XGT അവിടെ KD ടീമിനെ വൈപ്പ് ചെയ്തിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഈ ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ഫൈറ്റ് എടുക്കാം എന്നുള്ള രീതിക്ക് തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബീസ്റ്റിലെ മച്ചാന്മാർ കട്ടയ്ക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പ്രിൻസ് നോക്കാവുന്നു. എൻ്റെ മോനെ, വിസിലെ നോക്കുകളുടെ പൂരം തന്നെയാണ് കണ്ടോണ്ടിരിക്കുന്നത്. അവിടെ KF ടീം നല്ല രീതിക്ക് അടിക്കുന്നുണ്ട്. എന്തായാലും KF അവിടെ നല്ല രീതിക്ക് അടിക്കുന്നുണ്ട്. നിലവിൽ ഇനിയിപ്പോൾ അടുത്ത ഫൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫൈറ്റ് തന്നെയാണ്. ഇതിന്റെ അരികിലേക്ക് NW വരുന്നുണ്ട്. എൻ്റെ മോനെ, അടുത്ത് NW കൂടെ വരുന്നുണ്ട്. എന്തായാലും അതിപ്പോൾ GTXന് പണി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. GTXന് അത് പണി കിട്ടും. എന്തായാലും
എന്തായാലും ഇങ്ങനെ പാമ്പ് പടന്ന പണി പാളും. NW അടിക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. കണ്ടു അടിക്കുന്നുണ്ട്, NW അടിക്കുന്നുണ്ട്. അവിടെ KF അവിടെ വിസിനെ പുഷ് ചെയ്യുന്നുണ്ട്. KF അവിടെ വിസിനെ പുഷ് ചെയ്യുന്നുണ്ട്. എന്തായാലും KF വിസിനെ പുഷ് ചെയ്യുന്നുണ്ട്. എന്റെ മോനെ ഒരു രക്ഷയില്ല, അടിക്കുന്നെന്ന് വെച്ചാൽ KF അവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് വിസിനെ. പക്ഷെ ലാസ്റ്റ് മാൻ അവിടെ വിസിനെ വൈപ്പ് ചെയ്യുന്നുണ്ട്. എന്റെ മോനെ വിസിനെ വൈപ്പ് ചെയ്ത് വിടുന്നുണ്ട്. പക്ഷെ KF ഒരു പ്ലെയറിനെ നഷ്ടപ്പെട്ടു. എന്തായാലും ഒരു പ്ലെയറിനെ അവർക്ക് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ട് വിസിന് KF ഒരു പ്ലെയറിനെ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഒരു പ്ലെയറിനെ വിക്കിനെ നോക്ക് വിട്ടിട്ടുണ്ട്. എന്തായാലും നല്ലൊരു കളി തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇനിയിപ്പോ NW അവിടെ നിന്ന് നൈസായിട്ട് വണ്ടി എടുത്തിട്ട് പുഷ് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അപ്പൊ അവർക്ക് സ്പോട്ട് ചെയ്തിട്ടുണ്ട് അവിടെ എനിമി ഉണ്ടെന്ന്. എന്തായാലും NW ടീം അവർ അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും എന്റെ മോനെ കാർ 90 നമ്മുടെ ഷോട്ട് എടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ക്രൂസ് അവിടെ കാർ 90 ഒക്കെ ഇട്ട് ഷോട്ട് എടുക്കുന്നുണ്ട് NWക്ക് വേണ്ടി. നമുക്ക് നോക്കാം. എന്തായാലും NW പുഷ് ചെയ്യുന്നുണ്ട്. NW അങ്ങോട്ട് പുഷ് ചെയ്യുന്നുണ്ട്. ചിന്നൊക്കെ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. എന്തായാലും ക്രേസി എന്ന് പറയുന്നത് നോക്കാടെ, എല്ലാ ടീമും നോക്കാടെ. അപ്പൊ എല്ലാവരും വാച്ചിന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ് ഇല്ലെങ്കിൽ ഒന്ന് സബും കൂടെ ചെയ്യുക ഗൈസ്. അപ്പോൾ NW KF 4 vs 3 സിറ്റുവേഷൻ ആണ്. KF അവിടെ നല്ല രീതിക്ക് ഫൈറ്റ് ഒക്കെ എടുത്ത് നിൽക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ ഈ KFന്റെ അരികിലേക്ക് നമ്മുടെ NW വരുന്നുണ്ട്. NW അവിടെ ചിന്നു 4 കില്ലൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഫൈറ്റ് മിസ്സായിട്ടുണ്ട്. അപ്പൊ നല്ല രീതിക്കാണ് NW കളിച്ച് നിൽക്കുന്നത് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ രണ്ട് ടീംസും കൂടെ ഫൈറ്റ് എടുക്കുമ്പോൾ NWയും KF കൂടെ ഫൈറ്റ് എടുക്കുമ്പോൾ ഏത് ടീമിനായിരിക്കും എന്താണ് മുൻതൂക്കം കൂടുതലെന്ന് നമുക്ക് ഇപ്പൊ കണ്ടറിയാം ഗായ്സ്. ഏത് ടീമായിരിക്കും ഇന്നിവിടെ ഈ ഒരു സിറ്റുവേഷൻ ഇന്ന് കടന്നു പോവുക. ഒരുപക്ഷെ NW വണ്ടി എടുത്തിട്ട് സോണിൽ കയറാനുള്ള ശ്രമം തന്നെ നടത്തുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ KFും വണ്ടി എടുത്ത് സോണിൽ കയറാനുള്ള സോൺ ഔട്ട് ഫൈറ്റ് ഒഴിവാക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുമെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ RBZും DD ഒക്കെ ഫൈറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ സ്പെക്ട്രയിലെ മുത്തുമണി സ്കിൽ അവിടെ ഹോൾഡിങ്ങിലാണ്. എൻ്റെ മോനെ അവിടെ ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ അടിക്കുന്നു, ചിന്നു അടിക്കുന്നു, നമ്മുടെ KFിലെ വിക്കി നോക്കാവുന്നു. എൻ്റെ മോനെ KFിലെ വിക്കി നോക്കാവുന്നു. അടുത്ത് ബുദ്ധയൊക്കെയാണ് ഉള്ളത്. ബുദ്ധ ഇവിടെ സ്റ്റിൽ ഹോൾഡ് ചെയ്യുന്നു, DP ഇട്ട് ഹോൾഡ് ചെയ്യുന്നു. KFിന് പണി കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. ഒരു നോക്കിയിട്ട് ഈ ഒരു ടൈമിൽ പുഷ് ആക്കുകയാണെങ്കിൽ NWക്ക് അഡ്വാൻറ്റേജ് തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അവിടെ ചിന്നുവും ജോക്കറും കൂടെ ബഗ്ഗിയിൽ വരുന്നുണ്ട്. എന്തായാലും ചിന്നും ജോക്കറും കൂടെ അവിടെ ബഗ്ഗിൽ വരുന്നു. KF അവിടെ പെടുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ബുദ്ധയ്ക്കും ടാഗ് കിട്ടുന്നുണ്ട്. ബുദ്ധേനെ കയറി അടിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മുടെ KF ഒരു പ്ലെയറിനെ ബൈനെ നോക്കാക്കുന്നുണ്ട്. NW ബൈനെ നോക്കാക്കുന്നുണ്ട്. എന്തായാലും അവിടെ NW ജോക്കർ അടുത്ത പുഷ് ചെയ്യുന്നുണ്ട്. അടുത്ത് നമ്മുടെ KFനെ തന്നെ പുഷ് ചെയ്യുന്നുണ്ട്. അടുത്ത NW നമുക്ക് നോക്കാം. രണ്ടുപേര് സ്റ്റിൽ വെയിറ്റിംഗിലാണ്. KF പക്ഷെ അടിക്കുന്നുണ്ട്. എൻ്റെ മോനെ KFിലെ വിക്കിക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? വിക്കി സ്റ്റിൽ ഇതിന്റെ മണ്ടയിൽ വെയിറ്റ് ചെയ്യാണ്. എന്തായാലും 3 പേരുണ്ട് NWയിൽ. ഒരു രക്ഷയും കാണത്തില്ല. നെയ്ഡുകൾ എറിയുന്നുണ്ട്. എന്തായാലും KF വിക്കി എന്തായാലും ആ നെയ്ഡ് വല്ലതും ഉപയോഗപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് നോക്കാം. നെയ്ഡുകൾ എറിയുന്നുണ്ട്. KFിലെ വിക്കി 1 vs 3 സിറ്റുവേഷൻ നേരിടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ. ഹെൽമറ്റ് പോലും ഇല്ലാണ്ടാണ് നമ്മുടെ വിക്കി നിൽക്കുന്നത്. എൻ്റെ മോനെ അവിടെ NW ജോക്കറിനെ നോക്കിടുന്നുണ്ട്. എന്തായാലും നല്ലൊരു കളി തന്നെ എന്ന് പറയേണ്ടി വരും. ചിന്നുവിന് നല്ല ടാഗും കൊടുക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലാണ്ട് തന്നെ കളിക്കുന്നുണ്ട്. പക്ഷെ വിക്കിനെ അവിടെ അടിച്ചിട്ട് NW ടീം മുന്നേറുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ NWയിൽ ഒരു പ്ലെയറിനെ മിസ്സാവുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ KF ടീം അവിടെ വൈപ്പായി തീരുന്നുണ്ട്. അടുത്ത നമ്മുടെ DDയുടെ അരികിലേക്ക് പോയിട്ട് വരാൻ. DD അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. DD ഒരു നോക്ക് കൊടുക്കുന്നുണ്ട്. ആർക്കാണ്? തേപ്പിലൊരു പ്ലെയർ. തേപ്പ് കർമ്മേനെ അവിടെ നോക്കാക്കിയിടുന്നു. ഇനി തേപ്പിലെ ലാസ്റ്റ് മാൻ മഞ്ജു ഉണ്ട്. മഞ്ജുവിന് എന്ത് ചെയ്യാൻ പറ്റും? ഫിനിഷ് ചെയ്യുന്നുണ്ട്. കർമ്മേനെ ഫിനിഷ് ചെയ്യുന്നുണ്ട്. DDയിൽ 2 പേരേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് കളിക്കാൻ മുത്തേ. മഞ്ജു സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ പണി പാളും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. പുള്ളിക്കാരന് സ്പോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. DD അവിടെ അടിക്കുമോ എന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം. കട്ടയ്ക്ക് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. തേപ്പും DDയും തമ്മിലുള്ള ഫൈറ്റ് അവിടെ അടിക്കുന്നുണ്ട്. തേപ്പും മഞ്ജു അടിക്കുന്നുണ്ട്. പക്ഷെ ഒരു രക്ഷയില്ല. ടാഗ് തിരിച്ച് നല്ല രീതിക്ക് DDയിൽ നിന്ന് വരുന്നുണ്ട്. അവിടെ തേപ്പ് ഫിനിഷ് ആവുമോ എന്ന് എനിക്കറിയത്തില്ല. അവിടെ ഫിനിഷ് ആവുന്നു. തേപ്പ് ഫിനിഷ് ആവുന്നു. DD മുത്തുമണീസ് അടിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ NW എത്തിയിട്ടുണ്ട്. ഈ ഒരു ഫൈറ്റിന്റെ ശബ്ദം കേട്ട് അവിടെ NW എത്തിയിട്ടുണ്ട്. എന്തായാലും ഇനി അടുത്ത നിലവിലുള്ള ഫൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രേസിയും നമ്മുടെ സ്പെക്ട്രയും തമ്മിൽ ഫൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ RBZ സ്റ്റിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ മോനെ പൊസിഷന് വേണ്ടി നല്ല രീതിക്ക് ഹോൾഡ് ചെയ്ത് തന്നെ RBZ കളിക്കുന്നുണ്ട്. നമ്മുടെ ക്രേസി ആറ്റം ഇവിടെ നമ്മുടെ സ്പെക്ട്രയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും സ്പെക്ട്രയുടെ അടുത്ത് നമ്മുടെ ക്രേസി ആറ്റം എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. സ്പെക്ട്രയും നമ്മുടെ ക്രേസി ആറ്റവും തമ്മിലായിരിക്കും ഒരു ഫൈറ്റ്. 1 vs 4 സിറ്റുവേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ SP4 എന്തായാലും അങ്ങോട്ട് പുഷ് ആക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെ. സോണിനകത്ത് കയറണമെങ്കിൽ ജോർജോ പൂൾ ടച്ച് ചെയ്യാണ്ട് സോണിനകത്ത് കയറാൻ പറ്റത്തില്ല. ജോർജോ പൂളാണ് സോൺ. അതുപോലെ തന്നെ അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ SP4 വണ്ടി എടുത്ത് ജോർജിയയിലേക്ക് പോകുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ജോർജിയ കയറില്ലെങ്കിൽ സോണിനകത്ത് കയറാൻ പറ്റത്തില്ല. ജോർജിയയിൽ കട്ടയ്ക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതുവരെ ഒരു ഫൈറ്റ് പോലും എടുക്കാണ്ട് നമ്മുടെ സ്പെക്ട്രയിലെ മുത്തുമണീസ് ഹോൾഡ് ചെയ്ത് കട്ടയ്ക്ക് നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും ഒരു ഫൈറ്റ് ഉറപ്പിക്കാൻ നമുക്ക്. അവിടെ SP4 എക്സ്ട്രീം വണ്ടി കയറിയിട്ടുണ്ട്. എന്തായാലും SP4 അങ്ങോട്ട് കയറുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അപ്പൊ SP4 നമ്മുടെ സ്പെക്ട്രയും തമ്മിലൊരു ഫൈറ്റ് നമുക്ക് ഇപ്പം തന്നെ കാണാം. അത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ആരെയൊക്കെ അടിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു.
നമ്മുടെ സ്പെക്ട്രനെ തന്നെയാണ് അടിക്കുന്നത്. ഇവിടെ SP4 തോർ അവിടെ സ്പെക്ട്രനെ കണ്ടിട്ടുണ്ട്, അടിക്കുന്നുണ്ട്. പക്ഷെ ടാഗ് ഒന്നും കിട്ടുന്നില്ല. മിനിയിൽ 4x കടുപ്പിച്ചാണ് അടിക്കുന്നത് പുള്ളിക്കാരൻ. സ്പെക്സ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട് മൊത്തം, എവിടെയുണ്ട്, നമ്മുടെ ജോർജിയയിലുണ്ട്. അപ്പോൾ വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ. സ്പെക്ക് എവിടെയെന്ന് ഗോകുൽ ആടാ ഇവിടെ ഉണ്ടാ, ജോർജിയയിലുണ്ടാ. അപ്പോൾ നമ്മുടെ എന്ത് പറയാം, അതുപോലെ തന്നെ NW വണ്ടിയിൽ പോകുന്നുണ്ട്. എൻ്റെ മോനെ വണ്ടിയിൽ നിന്ന് ചാടി വിടുന്നു, എൻ്റെ മോനെ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി ചാവുന്നുണ്ട്, ഒരു രക്ഷയില്ല. അവിടെ ജോക്കറിന് നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. NW ജോക്കറിന് നല്ല ടാഗ് കിട്ടുന്നുണ്ട്. എൻ്റെ മോനെ സീന് തന്നെ എന്ന് പറയേണ്ടി വരും. എൻ്റെ മോനെ ക്രൈസി ആറ്റം അവിടെ വെയിറ്റിംഗിലായിരുന്നു. അവിടെ NW ജോക്കറിനെ കിട്ടുന്നു, അടിച്ച് ഫിനിഷ് ആകുന്നു. ക്രൈസി ആറ്റം അവിടെ അടിച്ച് ഫിനിഷ്. ചിന്നു മാത്രം ഇനി ചിന്നുവിൻ്റെ അകത്ത് കിടന്ന് കറങ്ങുകയാണ്. എന്തായാലും ഫുള്ള് ടീമുണ്ട്, ഒരു രക്ഷയില്ല. ഫുള്ള് ടീമാണ് ഇവിടെ. എവിടെ ചവിട്ടിയാലും അടി ഉറപ്പാണ്. ഒരു സൈഡിൽ RBZ, ഒരു സൈഡിൽ SP4, ഒരു സൈഡിൽ സ്പെക്ട്ര, ഒരു സൈഡിൽ ക്രൈസി ആറ്റം. എന്തായാലും ചിന്നു നൈസായിട്ട് വലിഞ്ഞിട്ടുണ്ട്. എൻ്റെ മോനെ ചിന്നുവിന്റെ വണ്ടി പറക്കുന്നു. എൻ്റെ മോനെ എങ്ങനെയോ ചിന്നു രക്ഷപ്പെട്ടിട്ടുണ്ടോ, പൊളി തന്നെയാണ്. ചിന്നുവിന്റെ വണ്ടിയൊക്കെ അവിടെ നിന്ന് പറന്നൊക്കെ പോകുന്നതാണ് കണ്ടത്, ഒരു രക്ഷയില്ല. OP തന്നെ പറയേണ്ടി വരും, നൈസ് എന്ന് പറയുന്നു. പിന്നെ അല്ല, ചിന്നു ആ പെട്ട ഓട്ടമായിരുന്നു നമ്മൾ കണ്ടത്. എന്തായാലും രക്ഷപ്പെടുന്നുണ്ട്. ഇനി ബാക്കി ഇത്രയും ഫൈറ്റ് തന്നെയാണ്. ഇത്ര 1 2 3 4 5 6 ടീംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ RBZ, ക്രൈസി ആറ്റം, DD, പിന്നെ നമ്മുടെ സ്പെക്ക്, SP4, നമ്മുടെ എന്ത് പറയാനാണ് NWA, സ്റ്റീലക്സ് എന്ന് ചോദിക്കുന്നുണ്ട്. എടാ സ്റ്റീലക്സ് വീണണ്ട, സ്റ്റീലക്സ് ഒക്കെ വീണിട്ടുണ്ട്, സ്നൈപ്പർ. അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, വാച്ച് ചെയ്യുന്ന മുത്തുമണീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ഇല്ലെങ്കിൽ ഒന്ന് സബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കട്ടയ്ക്ക് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. എന്തായാലും NW ചിന്നുവിന്റെ ഹീൽസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു, പുള്ളിക്കാരെ ഹീൽ ചെയ്യുന്നില്ല. എന്തായാലും നമുക്ക് കട്ടയ്ക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം. എന്തായാലും നല്ലൊരു ഫൈറ്റ് തന്നെ കാണേണ്ടി വരും. അവിടെ RBസിനും സോൺ അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. RBസിനും ക്രൈസി ആറ്റത്തിനും സോൺ അഡ്വാൻറ്റേജ് തന്നെ വരുന്നുണ്ട് എന്തായാലും. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ക്രൈസി ആറ്റം അവിടെ NW ജോക്കറിനെ ഫിനിഷ് ചെയ്യുന്നുണ്ട്. RBZ ഫുൾ ടീമിന്റെ അരികിലേക്കാണ് ക്രൈസി ആറ്റം പോകുന്നത്. എന്തായാലും RBZ ക്രൈസി ആറ്റത്തിനെ അടിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം എന്നുള്ള രീതിക്ക് തന്നെ ഞാൻ നിൽക്കുന്നു. നോക്കാം, ഇല്ലെങ്കിൽ 1 vs 4 സിറ്റുവേഷനിൽ ഏർപ്പെടേണ്ടി വരും. അത് എന്തായാലും നമുക്ക് നോക്കാം, ആറ്റത്തിന് സാധിക്കുമോ എന്ന്. നമുക്ക് എന്തായാലും കട്ടയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കുക. ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഫേസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ക്രൈസി ആറ്റം അവിടെ ഫേസ് ചെയ്യേണ്ടി വരുന്നു. അവിടെ നമ്മുടെ സോൾ ഷാഡോ വരുന്നുണ്ട്. RBZ സോൾ ഷാഡോ. ആറ്റത്തിന് ഹീല് കുറവാണ്, ഹെൽത്ത് കുറവാണെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും അവിടെ RBZ അവിടെ ക്രൈസി ആറ്റത്തിന് പുഷ് ചെയ്യുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. ശരത് RBZ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സുരേഷ്, ലയൺ എല്ലാവരും വരുന്നു. അതുപോലെ തന്നെ അടുത്ത സൈഡിൽ നിന്ന് DDയിലെ മുത്തുമണീസ് അടിക്കുന്നുണ്ട്. എൻ്റെ മോൻ ആകപ്പാടെ ഒരു ക്ലാഷ് തന്നെ നടക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ക്രൈസി ആറ്റം അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, സ്റ്റിൽ അവിടെ ഹോൾഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്പെക്ട്രയിലെ മുത്തുമണീസ് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്പെക്ട്രയും SP4ഉം തമ്മിലൊരു ഫൈറ്റ് വരും. ചിന്നുവിനെ അടിച്ച് ഫിനിഷ് ചെയ്യുന്നുണ്ട്. എന്തായാലും ചിന്നുവിന് കിട്ടിയിട്ടുണ്ട് എന്തായാലും അടി. NW ടീം ഫിനിഷ് ആവുന്ന ലാസ്റ്റ് ബാക്കി 5 ടീംസ്. എൻ്റെ മോനെ അവിടെ ക്രൈസി ആറ്റം അടിക്കുന്നു, 2 പേരെ അടിക്കുന്നു. RBZ 2 പേരെ അടിക്കുന്നു. ശരത് RBZ ഷോൾ ഷാഡോനെ അവിടെ ഉസിയുടെ പവർ കാണിച്ചു കൊടുക്കുന്നു. ക്രൈസി ആറ്റം അവിടെ 1 vs 4 സിറ്റുവേഷൻ. ഇനി ലയൺ RBZും സുരേഷ് RBZും എൻ്റെ മോനെ 1 vs 4 സിറ്റുവേഷൻ അവിടെ ക്രൈസി ആറ്റം നേരിടുന്നു. എൻ്റെ മോനെ ലാസ്റ്റ് മാൻ ക്രൈസി ആറ്റം. ആദ്യമേ ടീമേറ്റ്സ് ചത്തെങ്കിലും അവിടെ ഭയപ്പെടാണ്ട് തന്നെ നിൽക്കുന്നു ക്രൈസി ആറ്റം. ഒരു രക്ഷയിലാണ് തന്നെ കളിക്കുന്നു എന്ന് പറയുന്നു. സ്റ്റിൽ വെയിറ്റിംഗിലാണ് ക്രൈസി ആറ്റം, നല്ല രീതിക്ക് വെയിറ്റ് ചെയ്ത് തന്നെ കളിക്കുന്നു. സോൺ അഡ്വാൻറ്റേജ് വരുന്നു. DD ടീം പിന്നാലെയുടെ വരുന്നുണ്ട്. എന്തായാലും ആറ്റത്തിന്റെ പിന്നാലെയുടെ നമ്മുടെ DD ടീം വരുന്നുണ്ട്. എന്തായാലും ക്രൈസി ആറ്റം കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. DDയിൽ ഒരു പ്ലെയറിനെ കണ്ടിട്ടുണ്ട്, അടിക്കുമെന്നുള്ള. എൻ്റെ മോനെ അടിച്ചിടുന്നു. DDയിലെ അടുത്തൊരു പ്ലെയറിനെ ക്രൈസി ആറ്റം അടിക്കുന്നു. എൻ്റെ മോനെ ക്രൈസി ആറ്റം നല്ല രീതിക്ക് തന്നെ കളിക്കുന്നു. ആറ്റം OP എന്ന് പറയുന്നുണ്ട്, പിന്നെ അല്ല ആറ്റം OP തന്നെയാണ്. എന്തായാലും അവിടെ DDക്ക് ഒരു നോക്ക് കൊടുക്കുന്നുണ്ട്. ഡാബ്ലോ മാത്രമേ ഉള്ളൂ. ഡാബ്ലോ അവിടെ സ്പെക്ട്രയിൽ ഒരു മുത്തുമണീനെ നോക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും അവിടെ DD റിവൈവ് എടുക്കാൻ പോകുന്ന ഒരു കാഴ്ച തന്നെയാണ്. അതുപോലെ തന്നെ സ്പെക്ട്ര അവിടെ പുഷ് ചെയ്യുന്നത്, DD ടീമിനെ പുഷ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ശരത്തും ലയൺ RBZും സ്റ്റിൽ ഹോൾഡ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത കളി തന്നെയാണ്, ഒരു രക്ഷയില്ല. അവിടെ ക്രൈസി ആറ്റം ഒരു നെയ്ഡ് എറിയുന്നു. ആറ്റം നെയ്ഡ് എറിഞ്ഞ് DD ടീമിനെ മൊത്തം കയ്യിലെടുക്കുന്നു. 5 കില്ലായിട്ടുണ്ട്. DD ടീമിനെയും ക്രൈസി ആറ്റം നെയ്ഡിലൂടെ ഫിനിഷ് ചെയ്യുന്നു. എൻ്റെ മോനെ ലാസ്റ്റ് മാൻ 1 vs 4 സിറ്റുവേഷൻ ക്രൈസി ആറ്റം നേരിടുമ്പോൾ ഇവിടെ ഫുൾ ടീമായ നമ്മുടെ സ്പെക്ട്ര നിൽക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ SP4 തോറും നമ്മുടെ SP4 ടീം നിൽക്കുന്നു. അതുപോലെ തന്നെ SP4 സാത്താൻ സേവിയറും തോറും എക്സ്ട്രീം ഒക്കെ അടങ്ങുന്ന 3 പേരടങ്ങുന്ന ടീം നിൽക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരത് RBZും ലയൺ RBZും നിൽക്കുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റിൽ 4 ടീമുകൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അവിടെ SP4 അവിടെ ക്രൈസി. എൻ്റെ മോനെ അവിടെ നമ്മുടെ സ്പെക്ട്ര അടിക്കുന്നുണ്ട്. സ്പെക്ട്ര അവിടെ SP4നെ അടിച്ചിടുകയാണ്. SP4നെ അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാത്താൻ സേവിയറും എക്സ്ട്രീം ഇവിടെ നിൽക്കുകയാണ് SP4. അതുപോലെ തന്നെ അതിനും പകരം നമ്മുടെ SP4 തോർ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. സ്മോക്ക് ഇട്ടിട്ട് അങ്ങോട്ട് കയറാനുള്ള പുറപ്പാടാണ്. അവിടെ
സ്പെക്ട്രൽ വിഷ്വൽ നേടിൽ അവിടെ നമ്മുടെ SP4 ഒരു പ്ലെയർ നോക്കാവും. നമുക്ക് സ്റ്റിൽ ആറ്റം അവിടെ സ്റ്റിൽ വെയിറ്റിംഗിലാണ്. ആറ്റം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആറ്റം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ക്രേസി ആറ്റം അടിക്കുന്നു. സാത്താൻ സേവറിനെ അടിക്കുന്നു. SP4 അടിക്കുന്നു. എന്റെ മോനെ 6 കില്ലായിട്ടുണ്ട്. എന്റെ മോനെ ക്രേസി ആറ്റം അവിടെ ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയേണ്ടി വരും. 6 കില്ല് ലാസ്റ്റ് സോൺ 6 കില്ല് എടുക്കുന്നു. ആറ്റം പൊളി എന്ന് പറയുന്നുണ്ട്. പിന്നെ അല്ല ആറ്റം അവിടെ SP4 അടിക്കുന്നുണ്ട്. ഇനി പെടുന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. ഇനി ലാസ്റ്റ് വരുന്നത് സ്പെക്ട്ര ഫുൾ ടീം ഉണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് മാൻ ക്രൈസി ആറ്റം അവിടെ നല്ല രീതിക്ക് തന്നെ ഉസ്സിയിട്ട് കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ആറ്റത്തിനെ പൊക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. സ്പെക്ട്ര ഫുൾ ടീം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആർബിസറിന്റെ അരികിലേക്കാണ് പോകുന്നത്. സുരേഷ് ആർബിസർ സ്റ്റിൽ ഹോൾഡിങ്ങിലാണ്. സുരേഷ് ആർബിസറിന്റെ ലീഡർ സുരേഷും ലയൺ ആർബിസർ നിൽക്കുന്നു. എന്തായാലും ആർബിസറിന് എന്ത് ചെയ്യാൻ പറ്റും? ആർബിസറിനെ പുഷ് ആക്കുമോ? അത് ആർബിസർ 2 vs 4 സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. 2 vs 4 സിറ്റുവേഷനിലാണ് ആർബിസർ ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ക്രൈസി ആറ്റത്തിനെ പുഷ് ആക്കാൻ വേണ്ടി നമ്മുടെ സ്പെക്ട്രയിലെ മുത്തുമണീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. 2 പേര് അങ്ങോട്ടും 2 പേര് ഇങ്ങോട്ടും. എന്തായാലും ഒരു കിടുക്കൻ ഫൈറ്റ് തന്നെ ആയിരിക്കും ഇവിടെ നടക്കുക. ആറ്റം പൊളി എന്ന് പറയുന്നുണ്ട് ക്രൈസി കിട്ട്. പിന്നല്ല. അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നൈസ് എന്ന് പറയുന്നത് ഡ്രീം മേക്കർ ഗെയിമിംഗ്. എന്തായാലും ഇതുപോലത്തെ ഒരു സോൺ ഇതുവരെ ഞാൻ കണ്ടില്ല. നമ്മുടെ ജോർജോയിൽ ഇത്രയും ഒരു നല്ലൊരു ഫൈറ്റ് ഇതുവരെ കണ്ടില്ല. അവിടെ ശരത്ത് സുരേഷിനെ അടിക്കുന്നു. എന്റെ മോനെ ആർബിസറിനെ അടിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. സ്പെക്ട്ര ഫുൾ ടീം 1 vs 4 സിറ്റുവേഷനിൽ അവിടെ ക്രേസി ആറ്റം വീണ്ടും ഏർപ്പെടുന്നു. ആറ്റത്തിന് ഇനി എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും നമുക്ക് നോക്കാം. അവിടെ ട്രിഗറിനെ കണ്ടിട്ടുണ്ട്. ട്രിഗറിനെ അവിടെ ആറ്റം കാണുന്നു. എന്തായാലും ആറ്റം പെടുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ ആറ്റം പെടും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. എന്നാലും ഒരു നോക്ക് കൊടുക്കുന്നു ക്രേസി ആറ്റം. എന്റെ മോനെ ആറ്റം അടിക്കുന്നു. ക്രേസി ആറ്റം എന്റെ മോനെ ലാസ്റ്റ് സോണിൽ ക്രേസി ആറ്റം 2 നോക്ക് ഇടുന്നു. സ്പെക്ട്രയിൽ OP എന്ന് തന്നെ പറയേണ്ടി വരും. 2 നോക്ക് തന്നെ അവിടെ ഇടുന്നു. ക്രേസി ആറ്റം അവിടെ OP കളി കളിക്കുന്നു. എന്റെ മോനെ 2 നോക്ക് അവിടെ സ്പെക്ട്രയിൽ ഇട്ടിട്ടാണ് ചത്തിരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ കളിക്കണമെന്ന് ക്രേസി ആറ്റം നോക്കി. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്പെക്ട്രയിലെ മുത്തുമണീസ് അവിടെ അടിച്ച് ഫിനിഷ് ആക്കുന്നു. എന്റെ 2 ടീംമേറ്റ്സിനെ നിങ്ങൾ നോക്കാക്കി അതുപോലെ ഞാൻ തിരിച്ചു തരുമെന്ന് പറഞ്ഞ് ലാസ്റ്റ് മാൻ ക്രേസി ആറ്റത്തിനെ അടിച്ച് ഫിനിഷ് ആക്കുന്നു. അവിടെ നമ്മുടെ ഇന്നത്തെ വിന്നർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പെക്ട്ര ടീമാണ്. സ്പെക്ട്രയിലെ മുത്തുമണീസ് എത്ര കില്ല? 8 കില്ല് ലാസ്റ്റ് സോൺ ഫൈറ്റിൽ 8 കില്ല് എടുത്ത് നമ്മുടെ ചിക്കൻ ഡിന്നർ കൊണ്ടുപോയില്ല. അതുപോലെ തന്നെ നമുക്ക് എടുത്ത് പറയേണ്ടി വരും ക്രേസി ആറ്റം 6 കില്ല് എന്റെ മോനെ പൊളിക്കളിയായിരുന്നു. ഒരു രക്ഷയല്ല. സെക്കൻഡ് അടിച്ചിട്ടുണ്ട്. അതുപോലെ തേർഡ് നമ്മുടെ ആർബിസർ ടീം സ്റ്റിൽ ഹോൾഡ് ചെയ്ത് നമ്മുടെ സ്കിൽസ് ഒന്നും ഇല്ലെങ്കിലും പുള്ളിക്കാരന്മാർ 3-ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ടീംസും നമ്മുടെ റൂം കളിക്കുന്ന എല്ലാ ടീംസും കിടുക്കൻ കളി തന്നെയായിരുന്നു. ഒരു രക്ഷയല്ല. പൊളി എന്ന് പറയുന്നുണ്ട്. പിന്നെ അല്ല OP എന്ന് പറയുന്നത് സ്പെക്ട്ര തന്നെ എന്ന് പറയുന്നുണ്ട്. പിന്നെ അല്ല സ്പെക്ട്ര തന്നെയാണ്. ഒരു രക്ഷയില്ല. 2 നോക്കിട ആറ്റത്തിന് പറ്റിയെങ്കിലും അവിടെ സ്പെക്ട്രയിലെ മറ്റു മച്ചന്മാർ വന്ന് അവിടെ ആറ്റത്തിനെ അടിച്ച് ഫിനിഷ് ചെയ്യുന്നുണ്ട്. എന്തായാലും പൊളി കളി തന്നെയാണ്. ഒരു രക്ഷയില്ല. അപ്പോൾ സ്റ്റിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മച്ചന്മാർ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സ്ട്രീം ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് പോവാം. അപ്പോൾ എന്തായാലും ഞാൻ സ്ട്രീം നിർത്താൻ പോവാണ്. അപ്പോൾ ഇത്ര നേരം വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ മുത്തുമണീസിനും ബിഗ് താങ്ക്സ് ഗായ്സ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ ഞാൻ സ്ട്രീം അവസാനിപ്പിക്കുമ്പോൾ എല്ലാ മുത്തുമണീസും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാം. ചാനൽ സബ് ചെയ്യാത്ത മച്ചാന്മാരൊക്കെ ഒന്ന് സബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗായ്സ്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ സ്ട്രീം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ബൈ ഗായ്സ്. ബൈ.